ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അരിയൊന്നും കുതിർത്തരയ്ക്കാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി തിളച്ച് കിട്ടിയാൽ മതിയാകും. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ടും ഞാനിവിടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ മാവിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫുള്ളായിട്ടും ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ബാക്കിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഓരോരുത്തർ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും ഈ തേങ്ങാപ്പാലിൻ്റെ അളവ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്തിട്ടുള്ള നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ പ്ലേറ്റും കൂടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളതിൽ നിന്നും പകുതി മാവാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ബാക്കി വേറൊരു പ്ലേറ്റിൽ വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ക്ലീനായി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കേക്ക് ടിന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാം.
ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈസി ആയിട്ട് തന്നെ ആ പ്ലേറ്റിൽ നിന്ന് ഇളകിപ്പോരും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. അരിയൊന്നും കുതിർത്തരയ്ക്കാതെ ഒരു 10 മിനിറ്റിൽ തന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.